ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നമ്മെ പാപത്തിന്റെ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റിയ, നമ്മെ നമ്മുടെ കാലുകൾക്ക് സ്ഥിരത നൽകി നിർത്തിയിരിക്കുന്ന ക്രിസ്തു എന്ന പാറ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ആദരവോടെ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസവും ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. ശബ്ദം ഒന്നും കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് കേൾക്കാമല്ലോ. തിടുക്കത്തോടെ ഇന്നും നാം അർമഗദ്ദോനിലേക്ക് പോവുകയാണ്. ഇന്നുകൊണ്ട് അർമഗദ്ദോൻ യുദ്ധത്തിനൊരു വിരാമം കുറിക്കാമെന്ന് കരുതുന്നു. നമ്മൾ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 5 എഴുത്തുകാരുടെ എഴുത്തുകളിൽ നിന്ന് അർമഗദ്ദോനെ കുറിച്ച് പഠിച്ചു വരികയാണല്ലോ. ദാവീദ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവും സഖരിയാവും യോവേലും യോഹന്നാനും അതേക്കുറിച്ച് നമുക്ക് എഴുതി തന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ആ ഭാഗങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് ഈ അർമഗദ്ദോൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ലോകത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചുമുള്ള ഒരു ബാഹ്യ രൂപരേഖയാണ്. ഒരു രൂപരേഖയാണ് നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ലോക ചരിത്രം എന്ന് പറയുന്നത് തന്നെ യുദ്ധങ്ങളുടെ ചരിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കേ, ഒരുപക്ഷെ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള യുദ്ധങ്ങളാണ്. ചിലപ്പോൾ ബോർഡറിലായിരിക്കും, അതിർത്തിയിലാകാം, ചിലപ്പോൾ രാജ്യത്തിനകത്താകാം. ആഭ്യന്തര യുദ്ധങ്ങളുണ്ട്, മറ്റ് അയൽക്കാരുമായുള്ള യുദ്ധങ്ങളുണ്ട്, വേറെ അങ്ങ് ദൂരെയുള്ള യുദ്ധങ്ങളുണ്ട്, ലോക യുദ്ധങ്ങളുണ്ട്. ഇങ്ങനെ വിവിധമായ യുദ്ധങ്ങളുടെ ചരിത്രമാണ് ലോക ചരിത്രം എന്ന് പറയുന്നത്. അതാണ് നാം ഇന്നലെ കണ്ടത്. 10,000, 5,000, 5,600 വർഷങ്ങൾ എടുത്തിട്ട് തന്നെ 300 വർഷങ്ങളിൽ താഴെ മാത്രമേ സമാധാനം ലോകം അനുഭവിച്ചിട്ടുള്ളൂ. ഇനിയും ആ യുദ്ധങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴുള്ള യുദ്ധങ്ങൾ പണ്ടത്തേതിനേക്കാൾ വിചിത്രമാണ്. പണ്ടൊക്കെ നേരിട്ടുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ ശീതയുദ്ധങ്ങളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിന്റെ ഒരു നിഴൽ, ജസ്റ്റ് എ ഷാഡോ, കോൾഡ് വാർസ്, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നുള്ള യുദ്ധങ്ങൾ മാത്രമല്ല ഉള്ളത്. സൈബർ വാർസ്, പിന്നെ സാമ്പത്തികമായ യുദ്ധങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഇന്നുണ്ട്. അന്നത്തെക്കാളൊക്കെ ഒത്തിരി കൂടുതലായിട്ട്. ഏതായാലും മുൻപോട്ടുള്ള നാളുകളും ശുഭകരമല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ തലമുറകളുടെ കാലത്ത് പോലും ഇതൊക്കെ എങ്ങനെയാകും എന്നുള്ള ആശങ്കകളാണ് മനുഷ്യർക്ക് പൊതുവെ ഉള്ളത്. ഏതായാലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ വർദ്ധിച്ചു വരിക മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അല്പ വിഷയങ്ങൾ കൂടെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് പഠിക്കാം. സ്തോത്രം. ഞാൻ മറ്റു ചില ഇടങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ വായിച്ച ചില സൂചനകളും കൂടെ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവചന വിഷയങ്ങളിൽ ക്രൈസ്തവ ലോകം പൊതുവെ അംഗീകരിച്ച പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാൽവൂഡും മറ്റൊന്ന് പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരാളും, JD പെന്റിക്കോസ്റ്റ്.
അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണ്? പാലസ്റ്റൈൻ ഈസ് ടു ബി ഗിവൺ എ ബ്ലഡ് ബാത്ത് of unprecedented proportions, which will flow from Armageddon at the north, down through the valley of Jehoshaphat, will cover the land of Edom, and will wash over all Judea and the city of Jerusalem. നമ്മൾ കഴിഞ്ഞ ദിവസവും വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നിന്നും വായിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. എന്താണ്? ഒരു കൊയ്ത്തിനെ കുറിച്ച് അവിടെ രൂപകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മുന്തിരിക്കൊയ്ത്തിനെ കുറിച്ച്. ഹാർവെസ്റ്റ് ഓഫ് ഗ്രേപ്സ്. Someone sent his sickle, തന്റെ അരിവാൾ, കോങ്കത്തി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. കോങ്കത്തി അയച്ചു ഭൂമിയിലേക്ക്. അതിന്റെ ലാസ്റ്റ് 2 വേഴ്സസ് ഒന്നും കൂടെ ഒന്ന് വായിച്ചോളൂ. 19 and 20, chapter 14. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. സ്തോത്രം. ഏതാണ്ട് 184 മൈൽസ്, ഏകദേശം 200ഓളം മൈലുകൾ ദൂരത്തിൽ, എന്ത് പൊക്കത്തില? കുതിരകളുടെ കടിവാളങ്ങളോളം, ബ്രിഡിൽസ് ഓഫ് ഹോഴ്സസ്, പൊക്കത്തിൽ ഒഴുകി ഒരു രക്ത തടാകമാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് പെന്റിക്കോസ്റ്റ്, ജേഡി പെന്റിക്കോസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ. പാലസ്തീൻ എന്ന പേരൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. വേദപുസ്തകത്തിൽ നാം കാണുന്നത് വാഗ്ദത്ത ദേശം, കനാൻ ദേശം എന്നൊക്കെയാണ്. പലസ്തീൻ എന്ന ദേശമുണ്ട്. ഫിലിസ്റ്റൈൻസ് എന്ന പേര് ബൈബിളിലുണ്ട്. ആ ഫിലിസ്റ്റൈൻസ് ഒക്കെ വേദപുസ്തകം അനുസരിച്ച് എന്താണ്? കനാൻ നാട്ടിൽ നിന്ന് ദൈവം പുറത്താക്കിയ ജാതികളിൽ പെടുന്നവരാണ്. അപ്പോ വേദപുസ്തകം ഇസ്രായേൽ ദേശത്തെ വാഗ്ദത്ത ദേശമെന്നും കനാൻ ദേശമെന്നും പിന്നെ പാലും തേനും ഒഴുകുന്ന ദേശമെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പം ആ വാഗ്ദത്ത ദേശത്ത് ഇന്ന് അതിനെ പലസ്തീൻ എന്ന നിലയിലും വിളിക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് വന്ന ഒരു ആശയമാണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പം അതിൽ രാഷ്ട്രീയം ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നമ്മുടെ വിഷയമല്ലത്. എന്നാൽ ഇവിടെ പറയുന്നത് ആ നാടിന്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആ ചുറ്റുവട്ടങ്ങൾക്ക്, അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ ഒരു ബ്ലഡ് ബാത്ത്, ഒരു രക്തച്ചൊരിച്ചിലിലൂടെ ആ നാടുകൾ കടന്നു പോകും. രക്തച്ചൊരിച്ചിലിലൂടെ. അത് എങ്ങനെയാണ്? will flow from Armageddon at the north, down through the valley of Jehoshaphat, will cover the land of Edom, and will wash over all Judea and the city of Jerusalem. വടക്ക് അർമഗദ്ദോനിൽ നിന്ന് ഒഴുകി യഹോശഫാത്ത് താഴ്വരയിലൂടെ അത് ഏദോം ദേശത്തെയും യഹൂദ നാടിനെയും പ്രത്യേകിച്ച് യെരൂശലേം നഗരത്തെയും കൂടെ തൊട്ട് ഈ രക്ത
നദി ഒഴുകും എന്നാണ് പറയപ്പെടുന്നത്. ആ രക്തനദി ഒഴുകും. അതാണ് നാം വെളിപ്പാട് 14 ഇപ്പോൾ വായിച്ചത്. രക്തനദി ഒഴുകും. കുതിരകളുടെ കടിവാളങ്ങളോട് 200 നാഴിക, ഏതാണ്ട് 200 മൈലുകൾക്കടുത്ത് തന്നെ ഇത് ഒഴുകും. 200 മൈലോളം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിക്കോളൂ, എന്തുമാത്രം ദൂരത്തിലായിരിക്കും ഇതൊരു തടാകം പോലെ ഒഴുകുന്നതും കെട്ടി നിൽക്കുന്നതും. അതിന്റെ ദുർഗന്ധം എന്തുമാത്രമായിരിക്കും, എത്ര ഭീകരമായ ഒരു അനുഭവമായിരിക്കും അത്, എത്ര ഭയാനകമായ ഒരു സംഗതിയാണ് സംഭവിപ്പാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: John looks at this scene of carnage and he describes it as blood flowing to the depths of the horses' bridles. നമ്മളത് കണ്ടു കഴിഞ്ഞു. കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഒഴുകുന്നതായിട്ടാണ് യോഹന്നാൻ ഈ രക്തച്ചൊരിച്ചിലിനെ, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുള്ള വിപ്ലവകരമായ ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. It is beyond human imagination to see a lake that size that has been drained from the veins of those who have followed the purpose of Satan to try to excommunicate or God's chosen people in order to prevent Jesus Christ from coming to reign. യേശുക്രിസ്തുവിന്റെ വാഴ്ചയെ തടയുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ജനത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി, സാത്താനെ അനുഗമിക്കുന്ന, സാത്താന്റെ വഞ്ചനയ്ക്ക് കീഴ്പ്പെടുന്ന മനുഷ്യരുടെ ഞരമ്പുകളിൽ നിന്നും ഒഴുകുന്ന രക്തത്തിന്റെ ഈ പുഴ, അത് മനുഷ്യന് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ചിലപ്പോൾ ഈ സാത്താനും എതിർ ക്രിസ്തുവും കൂടെ മനുഷ്യരെ പറഞ്ഞു ധരിപ്പിക്കുന്ന ഭാവനാത്മകമായ ഒരു സംഗതിയും ഞാൻ വായിക്കുകയുണ്ടായി. അത് 2-ാം സങ്കീർത്തനത്തോട് ചേർന്നുള്ള ഒരു സംഗതിയാണ്. ഇവൻ ചെന്ന് പറയുന്നതാണ്: Ladies and gentlemen, we are at war and have been at war one with another. ലോകമനുഷ്യരെ, ലോകരാജാക്കന്മാരെ സംബോധന ചെയ്യുകയാണ്. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താനാൽ വശീകരിക്കപ്പെട്ടവരായി. നമ്മൾ എപ്പോഴും യുദ്ധത്തിലായിരുന്നു, ഇപ്പോഴും തമ്മിൽ യുദ്ധത്തിലാണ്. The time has now come for us to unite in a common cause. പക്ഷേ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്കെല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുവാൻ നമുക്ക് യുദ്ധത്തിൽ ഒന്നാകേണ്ട സമയം വന്നിരിക്കുന്നു. The things which unites us are far more important than what which divides us. നമ്മളെ വിഭജിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മെ ഒരുമിപ്പിക്കുന്ന ഈ പ്രധാന പൊതുവായ വിഷയം എന്ന് പറയുന്നത്. പൊതുവായ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുക. രത്നച്ചുരുക്കം എത്രയേ ഉള്ളൂ: യഹോവയും അവന്റെ അഭിഷിക്തനും കൂടെ ഇത്രയും നാളങ്ങ് സ്വർഗത്തിലിരുന്നായിരുന്നു പണി. ഇപ്പോ അവര് നമുക്ക് അവകാശമായ ഭൂമിയിലേക്കും കൂടെ ഇറങ്ങി വരിക.
ഈ സമയം നാം ഒരുമിച്ചില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഭൂമിയിലുമുള്ള നമ്മുടെ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെടും. നമ്മുടെ സ്വാതന്ത്ര്യവും അധികാരവും തട്ടിയെടുക്കപ്പെടും. അപ്പൊ നമ്മളെ ഇവിടെ നിന്നും നിർമാർജനം ചെയ്തിട്ട് നമ്മുടെ അധികാരം തട്ടിയെടുക്കാൻ വരുന്ന യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനുമെതിരായി ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണിത്. അതുകൊണ്ട് നമ്മുടെ സകല ഭിന്നതകളും മറന്ന് നമുക്കൊരുമിച്ച് നിന്ന് ഈ യഹോവയ്ക്കും അവന്റെ ക്രിസ്തുവിനുമെതിരായിട്ട് പോരാടാം. അതിന് വരിക, ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വഞ്ചകർ സകല മനുഷ്യരെയും വഞ്ചിച്ചെടുക്കുന്നത്. ഈ വാക്കുകൾ ഒരുപക്ഷെ എഴുത്തുകാരന്റെയോ പ്രസംഗകന്റെയോ ഭാവനാത്മകമാകാമെങ്കിലും ഇത് വാസ്തവമാണ്. നമ്മൾ അതാണ് 16-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നിന്നും കണ്ടത്. ഈ സാത്താന്യത്രിത്വം അവരുടെ വായിൽ നിന്ന് അശുദ്ധാത്മാക്കളെ പുറപ്പെടുവിക്കുന്നു. അവ ഭൂതലത്തിലെങ്ങും ചുറ്റി സഞ്ചരിച്ച് മനുഷ്യരെ മുഴുവനും ദൈവത്തിനെതിരായിട്ട് കൂട്ടുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധാത്മാക്കൾ എന്നതിന്റെ അർത്ഥം വിശദീകരണം കൂടാതെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാണ്, പ്രസംഗങ്ങളാണ്, മാസ്മരികത നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ? ചില തീപ്പൊരി പ്രസംഗകരെ ഇറക്കി വിട്ടാൽ എതിർ പാർട്ടിയിലുള്ളവരെ പോലും തങ്ങളുടെ പ്രസംഗങ്ങളാൽ ആകർഷിക്കുവാൻ അവർക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിനാവുള്ള പ്രസംഗകരെന്നൊക്കെ വിളിക്കും. ഫയറി പ്രീച്ചേഴ്സ് എന്നൊക്കെയാണ് അവരെ വിളിക്കാറുള്ളത്. ഈ കഴിഞ്ഞിടയ്ക്കും ഒരു പ്രസംഗകൻ സ്വയം പറയുന്നത് കേട്ടു, ആം എ ഫയറി പ്രീച്ചർ എന്ന്. ക്രിസ്തീയ പ്രസംഗകന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആം എ ഫയറി പ്രീച്ചർ, ഞാനൊരു തീപ്പൊരി പ്രസംഗകനാണെന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. മറ്റുള്ളവർ വിശേഷിപ്പിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, സ്വയം അങ്ങനെയൊക്കെ പറയാൻ പോയാൽ പോട്ടെ. അപ്പം ഇങ്ങനെയുള്ള വശീകരണത്തിന്റെ വാക്കുകൾ, ആ വാക്കുകളുടെ വശീകരണ ശക്തിയാൽ ഇവരെല്ലാവരും ഇവനെ അനുസരിക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ ഈ മനുഷ്യരെ എല്ലാവരെയും കൂടെ കർത്താവിനെതിരായിട്ട് കൂട്ടും. ഇതുകൊണ്ട് ഈ കാരണത്താൽ ഇങ്ങനെ ലോകത്തിലുള്ള ഭൂമിയിലെ സകല രാജാക്കന്മാരും ക്രിസ്തുവിനെതിരായും ഇസ്രായേലിനെതിരായും കൂടും എന്നതുകൊണ്ട് ചിലർ ഈ അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് അർമഗദ്ദോൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്തു മാത്രം ഒതുങ്ങുന്ന യുദ്ധമല്ല. ഈ അർമഗദ്ദോൻ ഭൂമി മുഴുവനും കൂടെ ഉള്ള ഒരു യുദ്ധമായിരിക്കും. Got it? Because all the kings or all the inhabitants of the earth will be participants in this particular war. They will gather together to oppose Jesus Christ. Some biblical learners think that this battle of Armageddon will not be limited to a particular geographical spot, which we often call Armageddon, but they think it will be spread all over the earth. ഭൂമിയിലെ സകല രാജാക്കന്മാരും പ്രഭുക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ഒക്കെ യേശുക്രിസ്തുവിനെതിരായി ഈ യുദ്ധത്തിൽ പങ്കുചേരുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. 16-ാം അധ്യായം വെളിപ്പാടിൽ തന്നെ നമ്മൾ കണ്ടു 13-14 വാക്യങ്ങൾ. അതുകൊണ്ട് ചില വേദപഠിതാക്കളുടെ ചിന്ത അർമഗദ്ദോൻ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ട് ഈ യുദ്ധം ഒതുങ്ങി നിൽക്കുന്നില്ല. പകരം ഭൂമി മുഴുവനും കൂടെ
ഈ യുദ്ധത്തിൽ പങ്കുചേരുമെന്ന്. ആ ചിന്തയിൽ തെറ്റില്ല. അപ്പോൾ തന്നെ അർമഗദ്ദോൻ യുദ്ധം നടക്കുന്ന സ്പോട്ട്, ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നതിലും തെറ്റില്ല. ഈ രണ്ട് ആശയങ്ങളും ഒരുപോലെ ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അർമഗദ്ദോൻ ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്ന യുദ്ധമാണെന്ന് പറയുന്നതും ശരിയാണ്. അല്ല, അത് സർവഭൂമിയിലും കൂടെ ഒരുമിച്ച് നടക്കുന്ന യുദ്ധമാണെന്ന് പറയുന്നതും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. രണ്ടും എങ്ങനെ ശരിയാകുന്നത്? രണ്ടും ശരിയാകുന്നതെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന സ്ഥലം, അവരുടെ ഇമ്മീഡിയറ്റ് ജനറൽസ്, ഈ രണ്ട് നേതാക്കന്മാരുടെയും, ഒരു ഭാഗത്തെ ക്രിസ്തു, മറുഭാഗത്ത് എതിർ ക്രിസ്തു, ഈ രണ്ടു പേരുടെയും കൂടെ അടുത്ത് നിൽക്കുന്ന സൈന്യങ്ങളും മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ്, ഒരു ഭൂമിശാസ്ത്രപരമായ സ്പോട്ടിലാണ്. ആ സ്പോട്ടിനെയാണ്, ആ സ്ഥലത്തെയാണ് എന്ത് വിളിക്കുന്നത്? അർമഗദ്ദോൻ, യഹോഷഫത്ത് വാലി, എസ്ഡ്രേലിയോൻ വാലി, അല്ലെങ്കിൽ വാലി ഓഫ് ജസ്രീൽ, ദ ഹിൽ ഓഫ് മെഗിദ്ദോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സ്ഥലം ആ ഒരു പ്രത്യേക സ്ഥലമാണ്. എവിടെയാണോ ക്രിസ്തു സർവവ്യാപിയാണ്, എന്നാൽ ഈ പ്രത്യേക സമയത്ത് കർത്താവ് ഇറങ്ങി വരുന്നത് എങ്ങനെയാ? ഫിസിക്കലി ആണോ, സ്പിരിച്വലി ആണോ? ആത്മീയമായി, ആത്മരൂപിയായിട്ടാണോ, അതോ ജഡരൂപത്തിലാണോ? തെറ്റിയാലും സാരമില്ല, പറഞ്ഞു. ആത്മരൂപി എന്ന് എനിക്ക് തോന്നുന്നു. വേറെ അഭിപ്രായം വല്ലതും ഉണ്ടോ? ഫിസിക്കലി ആണെന്ന് എനിക്ക് തോന്നുന്നു. ആനി സിസ്റ്റർ അതുകൊണ്ട് പറയാൻ വരികയാണെന്ന് തോന്നല്ലോ, അല്ലയോ? അപ്പോസ്തല പ്രവൃത്തികൾ 1:11 വായിച്ചുള്ളൂ. ആക്ട്സ് 1:11. And said, Men of Galilee, why do you stand looking into heaven? This Jesus who was taken away from you into heaven will come in the same way as you saw him go into heaven. This same Jesus will come in the same manner as you saw him going to heaven. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, ഈ പോയ അതേ യേശുവിനെ, അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യും? മടങ്ങി വരും. എങ്ങനെയാ പോയത്? സ്തോത്രം. വേഴ്സ് നമ്പർ 9, 9-ാം വാക്യം. And when he had said these things, as they were looking on, he was lifted up, and a cloud took him out of their sight. കർത്താവ് എങ്ങനെയാ പോയത്? ആത്മരൂപിയായിട്ടാണോ അതോ ശരീരത്തോടു കൂടെയായിരുന്നോ? ശരീരത്തോടു കൂടെയാ കർത്താവ് പോയത്. Glorified body. Yes, of course, but that was body.
ഗ്ലോറിഫൈഡ് ബോഡി, ക്രൂശിൽ മരിച്ച് കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട ശരീരവുമായിട്ടാണ് കർത്താവ് പോയത്. എന്ന് വെച്ചാൽ വിത്ത് എ ബോഡി, നോട്ട് മിയർലി ആസ് എ സ്പിരിറ്റ്. വെറും ഒരു ആത്മാവായിട്ടല്ല, ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടു കൂടെ. That means he was ascended in person. So he will be descending also in person. He was ascended in visible form. So he will be again coming in the visible form. He was ascended with a body, and therefore he will come again with a body or in a bodily form. കർത്താവിനെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നവനായിട്ട് കണ്ടു എങ്കിൽ ഇനിയും കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യാം? അവർക്ക് കാണാം, അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് കാണാം. അതാണല്ലോ വെളിപ്പാട് 1:7 നമ്മൾ പഠിച്ചിട്ടുള്ളത്. റെവലേഷൻ 1:7. അവൻ behold, he comes on the clouds. എടുത്തെങ്കിൽ ഒന്നും കൂടെ വായിച്ചോളൂ. റെവലേഷൻ 1:7. Behold, he is coming with the clouds, and every eye will see him, even those who pierced him, and all tribes of the earth will wail on account of him. Even so, amen. സ്തോത്രം. Behold, നോക്കാനാ പറയുന്നത്. See, look at him. He is coming in the clouds. മേഘാരൂഢനായി വരുന്നു. എന്നിട്ട് പറയുന്നതോ, എല്ലാ കണ്ണും അവനെ കാണും. All eyes will see him. That means Christ's second coming will be in visible form. കാണത്തക്കവണ്ണമാണ് യേശു വരുന്നത്. യേശു പോകുന്നത് ശിഷ്യന്മാര് കണ്ടു. ദൂതന്മാര് പറഞ്ഞു, പോയതുപോലെ അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, സഭയ്ക്ക് വേണ്ടി വരുന്ന വരവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഭൂമിയിലേക്ക് യേശു അർമഗദ്ദോൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരുന്ന വരവാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് കേട്ടോ. മണവാളനായി മേഘങ്ങളിലേക്ക് മാത്രം വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വരവിനെ പറ്റി അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രീ ട്രിബുലേഷൻ mid-air advent of Jesus, but it is the post-tribulation glorious advent of Jesus Christ to this earth, which is called the second coming of Jesus. മഹാപീഡനത്തിനു മുമ്പ് മേഘങ്ങൾ വരെ മാത്രം സഭയെ ചേർക്കുവാൻ വരുന്ന വരവിനെ പറ്റി അല്ല ഈ പറയുന്നത്. പകരം മഹാപീഡന ശേഷം സഭയോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിനെ കുറിച്ച്. മഹാപീഡനത്തിനു മുമ്പ് സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്നതും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ തന്നെയാണ്. പക്ഷെ അത് ഭൂമിയിലെ ആർക്കും കാണത്തക്കവണ്ണം അല്ല എന്ന് മാത്രം. വിശുദ്ധന്മാർക്ക്, എടുക്കപ്പെടുന്നവർക്ക് കർത്താവിനെ കാണാം.
എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർക്ക്, രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാർക്ക് കർത്താവിനെ കാണാം. 1 യോഹന്നാൻ 3:2 നാം അത് വായിക്കുന്നു. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അപ്പോൾ നാം കർത്താവിനെ കാണും. ലോക മനുഷ്യർക്ക് ആ വരവിൽ കർത്താവിനെ കാണാൻ പറ്റില്ല എന്ന് മാത്രം. അതിന് കാരണവും നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്ര നേരമേ ഉള്ളൂ ആ വരവ്. ഇത്രയും നേരം കൊണ്ട് ഏതായാലും കർത്താവിനെ ആർക്കും കാണാൻ പറ്റില്ല. അത്രയും നേരം കൊണ്ട് ഈ സംഭവം എല്ലാം കഴിയും. കർത്താവ് വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും എടുക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നത് കണ്ണിമയ്ക്കുന്നിടയില്ല. അത്ര വേഗത്തിൽ കാര്യങ്ങൾ കാണാൻ പ്രാപ്തിയുള്ള ആരും ഭൂമിയിൽ അന്നുണ്ടായിരിക്കില്ല. ഇന്നും ഇല്ല, അന്നും ഇല്ല. അതുകൊണ്ടാണ് അതിനെ രഹസ്യവരവെന്ന് വിളിക്കുന്നത്. അതെല്ലാം നമ്മൾ സഭാ മഹാപീഡനത്തിലൂടെ പോകുമോ എന്ന വിഷയം പഠിച്ചപ്പോൾ വിശദമാക്കിയതാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. തിരിച്ചു വരുന്നു. അപ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവ് പോയതുപോലെ തന്നെ സകല മനുഷ്യർക്കും കാണുവാൻ കഴിയുന്നത് പോലെയാണ്. കാണുവാൻ കഴിയുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ആ വരവ് കണ്ടിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ കണ്ടു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും രാജാക്കന്മാരും ഒക്കെ നിലവിളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും പറയുന്നു, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഈ അർമഗദ്ദോൻ യുദ്ധം ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കുമോ അതോ ലോകം എങ്ങും ഭൂമി മുഴുവനും കൂടെയുള്ള യുദ്ധമായിരിക്കുമോ? രണ്ടും ശരിയാണെന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. അതിന്റെ വിശദീകരണമാണ് നമ്മൾ നോക്കിയത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അർമഗദ്ദോൻ യുദ്ധം ഒരു പ്രത്യേക സ്ഥലത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. അതിന് കാരണമാണ് പറഞ്ഞത്. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നായിരുന്നത് പോലെ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നതും ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. അവിടെയാണ് യേശു ക്രിസ്തുവിനെ നേരിട്ട് എതിർക്കുവാൻ എതിർക്രിസ്തുവും കള്ളപ്രവാചകനും തൻ്റെ സൈന്യങ്ങളുമായി വന്നുകൂടുന്നത്. ആ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത്, ആ ജിയോഗ്രഫിക്കൽ സ്പോട്ടിലാണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ദ വെരി സെന്റർ ഓഫ് ദിസ് വാർ വിൽ ബി ദാറ്റ് വെരി പ്ലേസ് where Christ will descend. And that is a spot. അത് ഒരു പ്രത്യേക സ്ഥലമാണ്. ആ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതല്ല. ആ അർത്ഥത്തിൽ അർമഗദ്ദോൻ യുദ്ധം നടക്കുന്നത് ഒരു സ്ഥലത്താണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗം, ഭൂമിയിലുള്ള സകല മനുഷ്യരും അതിനുവേണ്ടി ഒരുമിച്ച് കൂടും, അതുകൊണ്ട് ഭൂമി മുഴുവനും ആ യുദ്ധമുണ്ടാകും എന്ന് വെച്ചാൽ തീർച്ചയായും ഭൂമിയിൽ അന്ന് യേശുക്രിസ്തുവിനെതിരായി ഒരുമിച്ച് കൂടുന്ന സകല പടയാളികൾക്കും നിൽക്കാനുള്ള സ്ഥലമൊന്നും എവിടെയില്ല. ഈ അർമഗദ്ദോൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തില്ല. അതുകൊണ്ട് അവരെല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ വന്ന് അങ്ങ് പരന്ന് കിടക്കുകയായിരിക്കും. ആ അർത്ഥത്തിൽ തീർച്ചയായും ഈ അർമഗദ്ദോൻ എന്ന് പറയുന്ന യുദ്ധം ഭൂമി മുഴുവനുമായിട്ട് നടക്കും എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം ഈ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുന്ന പടക്കൂട്ടമല്ല
യേശുവിനെതിരെ വരുന്നത്. എന്നാൽ ആ പ്രത്യേക സ്ഥലത്താണ് യുദ്ധത്തിന്റെ കേന്ദ്രം. യുദ്ധത്തിന്റെ കേന്ദ്രം, the center of battle will be that particular place, and therefore we can call it the very place Armageddon. At the same time, this will be very much spread out in the whole world, because all the inhabitants, all the human kings will be coming against Christ, and therefore that cannot be contained in a particular place or a city or a valley. മനസ്സിലായോ സംഗതി? ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇന്ന് നമ്മൾ പറഞ്ഞതും ഇന്നലെ പറഞ്ഞതുമായ കാര്യങ്ങൾ ഇതുവരെ ഉള്ളത് വ്യക്തമാണോ? ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചു. കാരണം ഇനിയിപ്പം നാളെ കൂടെ കഴിഞ്ഞ് നമ്മളുള്ളല്ലോ. One doubt that I have, Pastor, is they are actually going to gather together to fight this war literally against Jesus Christ, or is it going to be? Yeah, that is also a question. Some people think it's not a literal war, but the Bible very clearly says it will be a literal physical war. ചിലർ കരുതുന്നത് വെളിപ്പാട് പുസ്തകം എല്ലാം രൂപകങ്ങളും എന്താണ് പറയുന്നത്, സാദൃശ്യങ്ങളും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഈ അർമഗദ്ദോൻ യുദ്ധം എന്നൊക്കെ പറയുന്നതുമെല്ലാം സാദൃശ്യങ്ങളാണ്, ജസ്റ്റ് ഇമാജറീസ്, or they are simply what do you say, some analogies, parables, or just some symbolisms. This is a group of people think, because Revelation contains most of symbolisms and analogies. But this war will take place literally, in a literal geographical place or area, in a particular point of time in history, between two physical parties, which will have a visible influence and effect, and therefore this battle will quite be literal. ഈ യുദ്ധം തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകത്തിനകത്ത് അധികവും സാദൃശ്യങ്ങളാണ്, അധികവും സിംബോളിക് ലാംഗ്വേജസ്, പ്രതീകാത്മകമായ ഭാഷകളാണ്. അത് നാം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് കണ്ടു. Christ just symbolized them to John, or signified, sign language എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വിചാരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എല്ലാം സിഗ്നിഫൈഡ് ലാംഗ്വേജ് ആണോ? അല്ല. ധാരാളം കാര്യങ്ങൾ അതിലെ അക്ഷരികമായിട്ട് തന്നെ ഉള്ളതുണ്ട്. യേശുവിന്റെ വരവ് വെറും ഒരു സിഗ്നിഫൈഡ് ലാംഗ്വേജ് ആണോ? അല്ല, ലിറ്ററലാ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നത്, ക്രിസ്തു ഭൂമിയിൽ വാഴുന്നത്, ഇതെല്ലാം അക്ഷരികമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ്, അക്ഷരികമായി തന്നെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ അർമഗദ്ദോൻ യുദ്ധവും എന്താണ്? അക്ഷരികമായി നടക്കുന്നതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയിലെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഭൂമിശാസ്ത്രപരമായ ഒരു യഥാർത്ഥ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് യുദ്ധം നടക്കുന്നത്, എപ്പോൾ നടക്കും എന്നുള്ളതിന് സമയത്തിന്റെ ഒരു കൃത്യത നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ എ പോയിന്റ് ഓഫ് റിയൽ ടൈം. 3, ആരൊക്കെ തമ്മിലാകും എന്ന്
വ്യക്തിപരമായ പരാമർശങ്ങളുണ്ട് ഈ യുദ്ധത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത്. അവരും റിയൽ പേഴ്സൺസാണ്, ശരിയായിട്ടുള്ള വ്യക്തികളാണ്. യേശുക്രിസ്തു ഭാവനയാണോ? വെറും സിമ്പലാണോ? അല്ല. ഹീസ് എ റിയൽ പേഴ്സൺ. ആന്റിക്രൈസ്റ്റ്, ഹീസ് എ റിയൽ പേഴ്സൺ. കിങ്സ് ഓഫ് ദ എർത്ത്, they are real persons. യഥാർത്ഥ വ്യക്തികളാണ് അവിടുത്തെ കഥാപാത്രങ്ങൾ. 4, the result, ഈ യുദ്ധത്തിന്റെ ഫലം, അതും റിയലിസ്റ്റിക്, യാഥാർത്ഥ്യമാണ്. രക്തമൊക്കെ ഒഴുകുന്നതിന്റെ അളവ് വരെ പറഞ്ഞിരിക്കുന്നു. അതും യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ യുദ്ധം അക്ഷരികമായിട്ട് തന്നെ നടക്കുന്നത്. യേശുക്രിസ്തു എല്ലാവർക്കും കാണത്തക്കതുപോലെ ഇറങ്ങി വരുമ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്യും? യഹൂദന്മാരുൾപ്പെടെയുള്ള ഒരു കൂട്ടർ യേശുവിനെ കണ്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ പക്ഷം ചേരും. വേറെ ഒരു കൂട്ടർ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നമുക്കവനെ തടയാമെന്നും പറഞ്ഞ് വരും. മനസ്സിലായോ? ഇത് അക്ഷരീയമാണ്. മറ്റെന്തെങ്കിലും? ഈ പല സ്ഥലങ്ങളിൽ വെച്ച് ഇത് നടക്കുമ്പോൾ എല്ലായിടത്തും എങ്ങനെ വിശുദ്ധന്മാരും യേശുക്രിസ്തുവും എനിവേ ആത്മരൂപിയ സർവ്വവ്യാപിയ സമ്മതിച്ചു. അങ്ങനെ ആ ഫിസിക്കൽ ഒരു യുദ്ധം നടക്കുന്നത് എങ്ങനെയാണോ? സംശയമാ. നമ്മൾ പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിന്റെ കേന്ദ്രം ഒരു സ്ഥലമാണ്. ഈ യുദ്ധം നമ്മൾ അവിടേക്ക് വന്നില്ലെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞ് നിർത്താം. ഈ യുദ്ധം സത്യത്തിൽ ഒരു യുദ്ധമായിട്ട് നടക്കുക, തമ്മിൽ യുദ്ധം, എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങും. Both the parties will be very much ready to fight. But even before 1, 2, 3 start, തുടങ്ങാനുള്ള മണിയടിക്ക് മുമ്പ് തന്നെ യുദ്ധം തീരും. എങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു. 19-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലുണ്ട്, സൈന്യമെല്ലാം വിന്യസിച്ച് നിൽക്കുമ്പോൾ തന്നെ സർവശക്തനായ നമ്മുടെ കർത്താവ് എതിർ ക്രിസ്തുവിനെയും അവന്റെ വൈസ് ക്യാപ്റ്റൻ കള്ളപ്രവാചകനെയും ജീവനോടെ പിടിച്ച് ബന്ധിക്കും. ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയായിരിക്കും. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ കർത്താവ് തീർച്ചയായും ഫിസിക്കൽ ശരീരത്തിലാണ് ഇറങ്ങി വരുന്നതെങ്കിലും അവൻ മഹത്വത്തോടെയാണ് വരുന്നത്. ആ കർത്താവിന്റെ തേജസ്സിന്റെ മുമ്പിൽ ഇവരൊക്കെ നിഷ്പ്രഭരാകും. ഇപ്പം കൊല്ലുമെന്നും പറഞ്ഞ് അധികാരപത്രവുമായി പോയ ശൗൽ ഒരൊറ്റ മിന്നൽ പിണരിന്റെ മുമ്പിൽ അന്ധനായി താഴെ വീണു. പിന്നെ തപ്പി നടക്കുക, ആരാ, എവിടാ, എങ്ങോട്ടാണ്. ഒരൊറ്റ നിമിഷം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ്, സെക്കൻഡുകളുടെ ഒരു ചെറിയ അംശത്തിലാണ് സൂര്യനെ വെല്ലുന്ന പ്രകാശം ശൗൽ അഥവാ പൗലോസ് കണ്ടതും അവൻ നിലത്ത് വീഴുന്നതും തപ്പിത്തടഞ്ഞ് വഴി ചോദിക്കുന്നതും. അതിനേക്കാൾ ഏറെ മഹത്വത്തോടെ യേശു കർത്താവ് വരുമ്പോൾ, സ്തോത്രം, ആ പ്രഭയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എതിർ ക്രിസ്തു ഉൾപ്പെടെ ഉള്ളവർക്ക് കഴിയില്ല. എതിർ ക്രിസ്തു ഉൾപ്പെടെ ഉള്ളവർക്ക് കഴിയില്ല. ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ തവളെ പിടിക്കാൻ പോയിട്ടുണ്ട്. തവളെ
വളരെ ഈസിയാണ്, നല്ലൊരു ടോർച്ച് മതി. രാത്രിയിലൊക്കെ പാമ്പ് കടിക്കാൻ വന്നിട്ടുള്ളപ്പോൾ ടോർച്ചും കൊണ്ട് പാമ്പിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ മുയലും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ മുമ്പിൽ വന്ന് ചാടും. വണ്ടി പോകുന്ന ദിശയിൽ തന്നെയാണെങ്കിൽ ഇത് കിലോമീറ്ററുകളോളം ഓടും. കാരണം തിരിയാനൊക്കത്തില്ല, വണ്ടിയുടെ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട്. എന്നാൽ മുമ്പോട്ട് പോകാണെങ്കിൽ ഇതിന് ഇരുട്ടായതുകൊണ്ട് ഓടാം. അപ്പൊ നമ്മൾ ടോർച്ച് അടിച്ചാൽ പാമ്പായാലും അത്രയ്ക്ക് ശക്തിയുള്ള ലൈറ്റ് ആണെങ്കിൽ സിംഹം പോലും ഈ ലൈറ്റിന്റെ മുമ്പിൽ കണ്ണ് കാണാൻ വയ്യാതെ നിൽക്കും. എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, ബീസ്റ്റ്, മൃഗം എന്ന് പറയുന്ന വ്യക്തി ജഡവാസിയാ. കർത്താവിന്റെ തേജസ്സിന് മുമ്പിൽ ഇവനും കണ്ണ് കാണത്തില്ല, ബ്ലാങ്ക് ആയിട്ട് നിൽക്കത്തുള്ളൂ. കർത്താവിന് ഇവനെ പിടിക്കാൻ വേറെ ശക്തിയൊന്നും വേണ്ട, തന്റെ മഹത്വം മതി. ഇവരെ രണ്ടുപേരെയും പിടിച്ചകത്തിട്ടു. ഈ പ്രഭ ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനിയും പോട്ടെ, ഇനി കുറച്ചിടം മാത്രമേ ആ തേജസ് നിൽക്കുന്നുള്ളൂ എന്നങ്ങ് വെച്ചു, കുഴപ്പമില്ല. എന്നാൽ ഈ സൈന്യത്തെ കൊല്ലുന്നത് എങ്ങനെയാ? ഇന്നലെ നമ്മൾ വായിച്ചു 19-ാം അധ്യായത്തിൽ, കുതിരപ്പുറത്തിരിക്കുന്നവന്റെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളിനാൽ ഇവരെ കൊല്ലുകയാണ്. വായിൽ നിന്ന് പുറപ്പെടുന്ന വാളെന്ന് പറഞ്ഞാൽ അർത്ഥം the spoken word comes out of the mouth of Jesus. യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം. ഇവർ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നാലും, ലോകത്തിൽ നിന്ന് മാത്രമല്ല ഇനി സ്വർഗത്തിലായിരുന്നാലും ആരെക്കുറിച്ചാണോ കർത്താവ് പറഞ്ഞത് അതേ നിമിഷത്തിൽ അത് വർക്കൗട്ട് ആകും. അതുകൊണ്ട് എവിടെയൊക്കെ ഈ ശത്രുക്കൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ അവരെ നിർമൂലമാക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മതി: കർത്താവിൽ നിന്നും പുറപ്പെടുന്ന ആ മഹത്വവും, ഇനി അതില്ലെങ്കിൽ പോലും കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവും. അതുകൊണ്ട് ഇത് സാധ്യമാണ്. അങ്ങനെ മരിക്കുമ്പോൾ രക്തപ്പുഴ ഒഴുകുമോ? ഒഴുകാം, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനും വേറൊന്നും ചെയ്യണ്ട. ഇസ്രായേലിനുള്ള യുദ്ധത്തിലും പല യുദ്ധങ്ങളിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവര് തമ്മിൽ യുദ്ധം ചെയ്ത് വെട്ടിക്കൊന്നിട്ടുണ്ട്. അത് മതി. മരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിപ്പിൽ കർത്താവ് അവരെ കൊല്ലണ്ട, ഇവരെ തമ്മിൽ അടുപ്പിച്ചാൽ മതി, രക്തം ഒഴുകും. അത് പ്രയാസമല്ല. സ്തോത്രം. ഇന്ന് തീർന്നിട്ടില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച കൂടെ അത് നോക്കാം. സ്തോത്രം. ഇന്ന് ഇവിടെ നിർത്താം. നാം ഈ കണ്ടതുപോലെ നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം. നാമും അന്ന് നമ്മുടെ കർത്താവിനോട് കൂടെ കാണും. അതിനായുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളെ മറന്ന് നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.